പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 3-18 നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവ കൃപയ്ക്ക് പാത്രമായി തീരും. ഹല്ലേലൂയ. ഏറ്റവും വലിയ ദൈവ കൃപയാണ് ഏറ്റവും വലിയ. അതാണ് 2 കൊരിന്തോസിന്റെ 12 6-9 വരെ വചനം വായിക്കുമ്പോൾ പൗലോസ് ഈശോ പറയുന്നത്, നിനക്കെന്റെ കൃപ മതി. കൃപയാണ് ഏറ്റവും വലിയ. 1 കൊരിന്തോസ് 15:10 പറയും, ഞാൻ എന്തായിരിക്കുന്നു ദൈവ കൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. ഞാനല്ല അധ്വാനിച്ചത്, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-14-15 വചനം മാംസമായി നമ്മുടെ കൃപയും സത്യവും അവനിലൂടെ വെളിപ്പെട്ടു. ഈശോയിലൂടെയാണ് കൃപയും സത്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും വലിയ കൃപയാണ്. അതാണ് പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്. എന്താണ്? കൃപ കിട്ടി. പ്രസലോഷം, ദൈവ കൃപ കിട്ടി. അതാണ് ലൂക്ക 1:38. ഇതാ ദൈവകൃപ 1:28. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തികൊണ്ട്. പരിശുദ്ധ അമ്മയുടെ ദൈവദൂതൻ നിൽക്കുന്നതിന്റെ കാരണം അവൾ എന്തുണ്ട്? കൃപ കിട്ടി. വചനം. കൃപ ആരാണ്? കൃപ വചനമാണ്. ഈശോയുടെ വചനം. ഈശോയെ കിട്ടുന്നതാണ് കൃപ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:2 പറയും, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും കുരിശിനെ കുറിച്ചവനല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരും. വേറെ ഒന്നും അറിയണ്ട. ആരെ മാത്രം അറിഞ്ഞാൽ മതി? ഈശോയെ മാത്രം. ഹല്ലേലൂയ. ഈ വചനം വരുമ്പോൾ ഉണ്ടല്ലോ, ഈ അച്ഛൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയും. അവർക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ വചനം ഇരുതല വാളാണ്. ഹെബ്രായ 4:12 കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം സജീവവും ഓജസ്സും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറി ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, രഹസ്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമുക്ക് കൃപ കിട്ടണം. നമ്മളിൽ ദൈവവചനം ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ, ബുദ്ധിയിലല്ല കേട്ടോ, ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും വലിയ അതാണ് പലപ്പോഴും ഈ പരഹൃദയ ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ, ശരിക്കുള്ള ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം. പൈശാശക്തിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ദൈവാരൂപിയുടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാക്കളെ വിവേചിച്ചറിയാൻ പറ്റണം. നമുക്ക് കൃപ വേണം. നമുക്ക് വചനം നമ്മുടെ ഹൃദയത്തിരിക്കണം. ഹല്ലേലൂയ. ലൂക്ക 2:19 2:51 മറിയമാകട്ടെ ഇതെല്ലാം എവിടെ സംഗ്രഹിക്കുന്നു? ഹൃദയത്തിൽ വചനം വെച്ച്. പരിശുദ്ധയമ്മ ഒരു കണ്ടംപ്ലേഷൻ നടത്തിയാണ്. വലിയൊരു ആന്തരികമായ ഇൻറ്റീരിയർ ലൈഫാണ്. ആന്തരികമായ വചനം ധ്യാനിച്ചുകൊണ്ട് സ്വീകരിച്ചു നടക്കുന്നതാണ്. അതുകൊണ്ട് അമ്മയിൽ ഭയങ്കര കൃപ നിറയാൻ കാര്യം. ഹല്ലേലൂയ. വചന ഹൃദയത്തിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കൃപ. ബുദ്ധിയിൽ വെക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംശയങ്ങൾ കയറി ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഹൃദയത്തിൽ വചനം വന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമ്മുടെ നാവ് അടഞ്ഞു പോകും. നമ്മളൊരു സംസാരിക്കില്ല. സംസാരം വളരെയധികം കുറയുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് ഈ 2 തിമോത്തി 2:16 ഒരു വരം കിട്ടും നമുക്ക്. അതായത് ലൗകികമായ വ്യർത്ഥ സംഭാഷണം പൂർണ്ണമായും ഒഴിവാക്കുക. ലൗകികമായ വ്യർത്ഥ സംഭാഷണം പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പം അത് ലോകാരൂപയിൽ നമുക്ക് മാറാൻ പറ്റും. 1 യോഹന്നാൻ 2:15 16 17 അഭിഷേകം കിട്ടും. ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നിലനിൽക്കണമെങ്കിൽ ആരുടെ ഹിതം നിറവേറ്റണം? ദൈവഹിതം നിറവേറ്റണം. മനുഷ്യൻ്റെ ഇഷ്ടം നിറവേറ്റുന്നല്ല, ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. 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 ലൂക്ക 4:18 പരിശുദ്ധ അമ്മ പറയുന്ന, ഈശോ പറയുന്ന ഏറ്റവും വലിയ ലൂക്ക 4, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ള ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അവർക്ക് പറയും ഹല്ലേലൂയ. ഇതിനാണ് യേശയ്യാ 61:1-2 വചനം പറയുന്നത്. ബന്ധിതർക്ക് മോചനം, തടവറയിൽ കഴിയുന്നവർക്ക് മോചനം കൊടുക്കുന്നതാണ് കർത്താവിൻ്റെ ആത്മാവ്. ഈ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ നിറയണമെങ്കിൽ നമ്മൾ ദൈവവചനം ധാരാളമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കണം. അവർക്ക് പറയും ഹല്ലേലൂയ.
യോഹന്നാൻ 15:3 പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരി പേര് വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ വചനം ഭക്ഷിച്ചാൽ മതി, വചനം ഹൃദയത്തിൽ വെക്കണം, അല്ല ബുദ്ധി വെക്കരുത്. ഹൃദയത്തിൽ വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയോട് ഭയങ്കര താല്പര്യം വരും. 1 പത്രോസിന്റെ 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു, നിങ്ങളും വിശുദ്ധിക്കെതിരെ പാപം ചെയ്യുന്നത് പറ്റത്തിൽ നമുക്ക് കൃപയ്ക്ക് മേൽ നിങ്ങളിപ്പോൾ നിയമത്തിന് കീഴിലുള്ള കൃപയ്ക്ക് കീഴിലാണ്. ഇനി നിങ്ങൾ പാപം ചെയ്യില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. കൃപയ്ക്ക് കീഴുന്നവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ റോമാലേഖനം 6:14 പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഹല്ലേലൂയ. പിന്നെ പാപം നമുക്ക് കാണണ്ടല്ലേ, അതുകൊണ്ടല്ലേ മഗ്ദലന മറിയമൊക്കെ മാനസാന്തരപ്പെട്ടു, പിന്നെ ഒരിക്കലും പാപത്തിൽ പോകുന്നില്ല. അതാണ് ഈ സമരിയാക്കാരിയൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കൃപ കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും അവർ പാപത്തിൽ ജീവിച്ചിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത. ഒരിക്കലും സക്കേബൂസ് നോക്കി, ആ ഒരു കൃപ കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഒരിക്കലും ആ ധനമോഹത്തിലേക്ക് പോകുന്നില്ല. എന്നേക്കുമായിട്ട് അത് ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോകുന്നു. കാരണം അവർ കൃപ കിട്ടി, കൃപയുടെ വചനം അവരുടെ ഹൃദയത്തിൽ കിട്ടി, വചനം അവർ നിറവേറി. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. വീണ്ടും റോമാലേഖനത്തിന്റെ 6:22 പറയും, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനമാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. ഹല്ലേലൂയ. അവിടെ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് ഈ കൃപ കിട്ടി ദൈവത്തിന് അടിമയാക്കുക. ദൈവവചനത്തിന് നമ്മൾ അടിമയായി പോകും. എല്ലാ അഭിഷേകത്തിൽ കാരണം വചനത്തിന് ഒരിക്കലും നമുക്ക് മാറാൻ പറ്റില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് കോംപ്രമൈസ് ചെയ്യുന്ന നമുക്ക് കൃപ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറിപ്പോകുന്നതിന് കാരണം നമുക്ക് കൃപ കിട്ടാത്തതുകൊണ്ട്. 2 കടത്ത് ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് ഈ സഹനശക്തി. അപ്പോൾ ഈ കൃപ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ? നമ്മൾ യോഹന്നാൻ 12:24 വരണം. ഗോതമ്പ് മണി നിലത്ത് പിന്നെ അഴിയുന്നില്ലെങ്കിൽ അതേപടി കിടക്കും, അഴിയുന്നെങ്കിലോ വളരെയധികം ഫലം പറയും. അപ്പോൾ വചനം വന്നിട്ട് നമ്മൾ അഴുകണം. നമ്മളല്ലേ പഴയ മനുഷ്യ, പാപത്തിൻ്റെ മനുഷ്യ കഴിഞ്ഞു. അതാണ് എഫെസസ് ലേഖനത്തിൻ്റെ 4:22-23 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. എന്നിട്ട് ആരെ ധരിക്കണം? പുതിയ മനുഷ്യനായ ഉദ്ധിതനായ ഈശോയെ നമ്മൾ ധരിക്കണം. അവർക്ക് പറയും ഹല്ലേലൂയ. കൃപയുടെ കീഴിലെത്തുമ്പോൾ നമ്മുടെ നാവൊക്കെ നിയന്ത്രിക്കപ്പെടും. നമ്മൾ ലൗകികമായ സംഭാഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കും. കണ്ണുകളൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കപ്പെടും, ചെവികൾ നിയന്ത്രിക്കപ്പെടും. കാരണം കൃപയിലെ ആ വ്യക്തി കർത്താവ് നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. 2 കടത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് ഈ 2 കൊരിന്തോസിന്റെ 5:1 നമ്മൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം നമുക്കുണ്ടെന്ന് നമ്മൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഫിലിപ്പി 3:19-20 18-19-20 അതായത് വലിയ വചനം. അതായത് ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. എന്നിട്ട് പറയും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്നും രക്ഷകനായ യേശുവിനെ നാം കാത്തിരിക്കുന്നുണ്ടോ. ആ നിത്യജീവിതത്തിലേക്ക് ഭയങ്കരമായ നമ്മുടെ ജീവിതം മുഴുവൻ ശ്രദ്ധ തിരിയുന്ന കാണാൻ പറ്റും. അത് കൃപ കൂടും. അതാണ് ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയുന്ന കാരണം. കൃപ എന്ന് വെച്ചാൽ വചനമാണ്. 2 കൊടുത്തോട് ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഈശോയാണ്, കൃപ ഈശോയാണ്. അത് കൃപ കിട്ടിയവരായിട്ട് മാറണം. കൃപയാണ് നമുക്ക് വേണ്ടത്. കൃപയും സമാധാനം കിട്ടും. കൈയെടുത്ത് കിടത്താൻ നന്ദി പറഞ്ഞ മക്കളെല്ലാം പറ ഉച്ചത്തില്, തന്നാടി അടിച്ച ഉച്ചത്തില് പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിങ്ങ് വെറുതെ ഇറങ്ങിച്ചെന്നാൽ അതുകൊണ്ടല്ലേ പത്രോസിന് കൃപ കിട്ടിയുണ്ട് പോകുന്നു. പത്രോസിന് പോകുമ്പോൾ പത്രോസിന് നിഴലടിക്കുമ്പോൾ പിശാചുക്കൾ വിട്ടു വരണം. പ്രസലോഷ് അത് വചനം എഴുതിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ട് അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തെ ഒന്നിച്ചു കൊടുക്കുക പതിവായിരുന്നു. അതിനുശേഷം പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 5:15 അവർ രോഗികളെ
തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളും കട്ടിലുകളും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. അശുദ്ധാത്മാക്കളും വെറും നിഴലടിച്ചാൽ മതി, അപ്പോഴേ പൈശാചികത്തെ വിട്ടുപോകുന്ന കാണാൻ പറ്റും. കൈയെടുത്ത് കൊടുത്താൽ നന്ദി പറയും ഹല്ലേലൂയ. രണ്ടുപേർത്തും ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടേക്കും നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലും വീട്ടിലെ ബന്ധനം ഒഴിയുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ കാല് കുത്തിയാൽ മതി, ആ സ്ഥലത്തെ ബന്ധനം ഒഴിയുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മനസ്സിൽ ചിന്തിച്ചാൽ മതി, ആ വ്യക്തിയിലെ പൈശാചികത്തെ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത്രയേറെ പവർഫുൾ ആണ് നമ്മുടെ ആത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഭയങ്കര പവർഫുള്ളാണ്. പവർഫുള്ളാണെങ്കിൽ നമ്മൾ ദൈവവചനം ആ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മൾ വളരെ എളിമയോടെ ദൈവവചനം സ്വീകരിക്കുന്ന മക്കളായിട്ട് മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമുക്ക് അല്പം വരങ്ങളോ ദാനങ്ങളോ കിട്ടുമ്പോൾ ഉടനെ നമ്മളൊക്കെ ചെയ്യുന്ന പ്രശ്നം അറിയാം. നമുക്കെല്ലാം അല്പം വരങ്ങളോ ദാനങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ ഈ പിശാച് നമ്മളോട് പറയും, ഈ കല്ലുകൾ നിനക്ക് ദൈവപുത്രനാണെങ്കിൽ നീ ഈ കല്ലുകളോട് അപ്പം, ഉടനെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകും, മിറക്കിൾ കാണിക്കാൻ വേണ്ടി പോകും. അപ്പം പിശാചിൻ്റെ പ്രശ്നം കേൾക്കരുത്, ഈശോ ഒന്നും കേൾക്കരുത്. ഈശോ ദേവാലയത്തിൻ്റെ മുകളിൽ താഴോട്ടിയാണോ പറയും, കാലുകൾ നിൻ്റെ മാലാഖമാരെ ചാടരുത് അവിടെ നിന്ന്. അഭിഷേകം കിട്ടുമ്പോൾ എടുത്തിയാടുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം അല്പം അനോയിൻറ്റിങ് കിട്ടുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് എടുത്തിയായിട്ടു. അതുകൊണ്ട് ഒരുപാട് ഭൗതികമായ സമ്പത്തും നേട്ടവും പേരും പെരുമയും നേടിയെടുക്കാൻ വേണ്ടി ഒറ്റ ഓട്ടവും. അങ്ങനെ പിശാച് അവൻ്റെ ആ കൃപ മാറ്റിക്കളെ. എന്നോട് വർഷങ്ങൾ എൻ്റെ ആത്മീയഗുരുവിന് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കിട്ടി കൃപ അത് ആളുകൾ മാറ്റിക്കളയെന്ന് കാണാൻ പറ്റും. കൈയടിച്ച് കളത്താൻ നന്ദി പറയും ഹല്ലേലൂയ. എന്നോട് വന്ന് പറയും, അച്ഛ കല്ലുകളെ അപ്പമാക്കാൻ പറയും, അല്ലെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടും. വലിയ മജീഷ്യൻസ് ഒക്കെ ചെയ്യുന്നവർ മുകളിൽ ചാടും. അത് എന്ത് ചെയ്താൽ പേടിക്കണം. പിന്നെ പറയും, നീ എൻ്റെ കുമ്പിട്ട് ആരാധിക്കുക, അവനൊന്ന് ആ വിഗ്രഹത്തെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, ഉടനെ എല്ലാം തരുമെന്ന് പറഞ്ഞു. അതെല്ലാം കൊടുക്കും. അപ്പോൾ ഭൗതിക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈശോ നമ്മൾ ഈശോനെ ഉപേക്ഷിക്കുക. ആ കൃപ എന്നുള്ളത് അത് ഈശോ അത് ദൈവം പറയുന്നു. കൃപ കിട്ടിയവർക്ക് പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ മാത്രമേ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൈയടിച്ച് കളത്താൻ നന്ദി പറയും ഹല്ലേലൂയ, പറ്റുള്ളൂ ഹല്ലേലൂയ. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി. ഒന്നുകൂടെ പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം പൂർണ്ണമായിട്ടും ദൈവത്തിന് അടിയറവ് വെക്കുന്നതാണ് കൃപ. കൃപ ഒരിക്കലും സ്വന്തം ദൈവ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുന്ന വ്യക്തി. അതാണ് സങ്കീർത്തനത്തിൻ്റെ 40:6 മുതൽ 10 വരെയുള്ള വചനമായി പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതാണ് യെശയ്യാ 42:1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ താങ്ങുന്ന ദാസൻ, ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ വിധേയ പരിശുദ്ധാത്മാവിന് ശരീരവും മനസ്സും ആത്മാവും എല്ലാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആത്മാക്കൾക്ക് പറയുന്ന പേരാണ് കൃപയുടെ ആത്മാവെന്ന് പറയുന്നത്. കൈയെടുത്ത് കർത്താവ് ഹല്ലേലൂയ, ഒറ്റവിളി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആണ് ഈശോ കൃപയെ സത്യമായി ഈശോ ഗത്സമന തോട്ടത്തിൽ വലിയ പീഡനത്തിന് സമയത്ത് എന്താ പറയുന്നത്? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ മാറ്റിത്തരണം, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞു പോലെ ഉച്ചത്തെ അമ്മനാണ്. പ്രൈസലോ. യോഹന്നാൻ 7:37-38 തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം ഒഴുകും. ദൈവവചനം കൊണ്ട് നമുക്ക് ഹൃദയം നിറയ്ക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ. യോഹന്നാൻ 17:17 അവരെ അവിടെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം എന്ന് പറഞ്ഞ് അവിടുന്ന് വചനത്താൽ അവരുടെ വചനത്താൽ ശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ദൈവ വചനമാണ് സത്യം. അപ്പോൾ വചനം നമ്മൾ നിറയണം. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയം നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് കൃപ. കൃപ കിട്ടിയവർ വചനത്തിൻ്റെ അടിമകളാണ്, വചനത്തിന് അടിമകളാണ്. അപ്പോഴാണ് ഈ മത്തായിയുടെ സുവിശേഷം ഇത് വലിയ വചനം. മത്തായി 7-7 21, 22, 23, 24 വലിയ വചനം. സൂക്ഷിച്ചോണം കൊണ്ട് ഈ വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനം. ഈശോ പറയുന്നുണ്ട്, അതായത് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ
പിശാചുക്കളെ ബഹിഷ്കരിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തി, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ തെരുവുകളിൽ വചനം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവം എന്നാ പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയാം. അനീതി പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നു. രണ്ട് കടത്ത് പറഞ്ഞു ഹല്ലേലൂയ. അതായത് ഈ പൈശാചിക ബഹിഷ്കരണ ശുശ്രൂഷ പോലെ സൂക്ഷിക്കണം. അത് ചിലപ്പോൾ അത് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാതെ നടത്തപ്പെടുന്ന ബടാവുന്നൊരു ശുശ്രൂഷയാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ഈ രോഗശാന്തികളും ഈ പിശാച് ബഹിഷ്കരണ സുവിശേഷ പ്രഘോഷണം ഉൾപ്പെടെ ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാതെ നടത്തപ്പെടാവുന്നൊരു ശുശ്രൂഷയാണെന്നൊരു വാണിംഗ് അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട മേഖലയാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയും. നമുക്കൊക്കെ ഉള്ള വലിയ താക്കീതുകളാണ്. വിശുദ്ധ പറയും ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും, കണ്ടോ, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ. രണ്ട് കാലത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ഇതേ വചനം വേറെ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വചനങ്ങളൊന്നും, അതായത് നമ്മളവർക്ക് ഒരുപക്ഷെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകുന്നു. രണ്ട് കാലത്ത് ഹല്ലേലൂയ. ഐശകം ലൂക്ക 13:20 പട്ടണങ്ങൾ ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അനേകർ പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് വാതിൽക്കൽ മുട്ടുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങൾ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. രണ്ട് പേർ ഹല്ലേലൂയ. ഒറ്റ വിളി കൊടുത്തു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയും, ഒരു വലിയ വചനം പറയുക, അതായത് 2 കൊരിന്ത്യർ 11:12, 13, 14, 15, 15 വരെ ഞാനിപ്പോൾ ചെയ്യുന്ന തുടർന്നും ചെയ്യുക. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേത് പോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായും വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായി ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. ഉച്ചത്ത് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞ് പോരാ. ഉച്ചത്തില് 2 കടത്തോടെ ഹല്ലേലൂയ. നമ്മൾ ഈ വചനത്തിലേക്ക് വരും. വചനം നമുക്ക് ഏറ്റവും നല്ല കൃപയാണ്, ജ്ഞാനം തരും, ദൈവിക ജ്ഞാനം നമുക്ക് തരും. അതുകൊണ്ട് ഈ കൃപ നമ്മൾ നിൽക്കുകയാണെങ്കിൽ 2 പുണ്യത്തിലാണെങ്കിൽ നമുക്ക് കൃപ പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒന്ന്, നമുക്ക് എളിമ വേണം, 2 വിശുദ്ധി വേണം. ഒക്കെ പറയാം ഹല്ലേലൂയ. ഒരു നാണയത്തിൻ്റെ 2 ഭാഗം പോലെ, ഒന്ന് എളിമയും 2 വിശുദ്ധി. വിശുദ്ധിയിലാണ് ഈ കൃപ എപ്പോഴും കണ്ടു. പരിശുദ്ധമ്മയിൽ കൃപയിരിക്കുന്നത്, അമ്മയിൽ എന്തുണ്ട്? എളിമയുമുണ്ട്, വിശുദ്ധിയുണ്ട്. സർവ്വ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിന് 1-ാം അധ്യായത്തിന് 47, 48 വചനം പറയും, എൻ്റെ ആത്മാവ് കർത്താവ്, 46 തുടങ്ങി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ എൻ്റെ ദാസിയുടെ താഴ്മയെ ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ
ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ താഴ്മയെ എളിമ. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തിൻ്റെ 10:12 ദാനിയേല് ശരിയായത് അറിയുന്നതിന് വേണ്ടി നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നത്. ദൈവവചനം വിശ്വസിക്കുന്ന അവസ്ഥ, ദൈവവചനത്തെ അടിമപ്പെടുന്ന അവസ്ഥയാണ് അതാണ് എളിമയെന്ന വാക്കിന്. അതാണ് ഈ യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ ആ കൃപ നൽകിയ സർവ്വ ഹല്ലേലൂയ. പിന്നെ കാണാൻ പറ്റി റോമാലേഖനം 8:5 മുതൽ 9 വരെ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിൽ. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആത്മമനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, ഉറക്കെ പറഞ്ഞേ, വലത് കേട്ട് ഒന്നുകൂടെ പറഞ്ഞേ, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ജഡിക താല്പര്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ശത്രുവാണ്? ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പം കൃപ കിട്ടത്തില്ല. ഇവർക്ക് നിങ്ങൾക്ക് കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡിക താല്പര്യമല്ല വേണ്ടത്, ആത്മീയമായ കൃപകളാണ് വരേണ്ടത്. ഈ വചന ഹൃദയത്തിൽ സ്വീകരിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാനുള്ള എളിമ ദൈവം നമ്മുടെ ബുദ്ധിയിലെടുക്കാതെ ഹൃദയം കൊണ്ട് എളിമയോടെ വചനം സ്വീകരിക്കും. പരിശുദ്ധയമ്മയെ പോലെ സ്വീകരിക്കാനായിട്ട് പലതും ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന ഏറ്റവും ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ഹല്ലേലൂയ. അടുത്ത പറഞ്ഞ കൂടെ ക്രിസ്തുവിൻ്റെ ഏറ്റു പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഉച്ചത്തെ കൈയടിച്ച ദൈവത്തിൻ്റെ മക്കളെ അഭിഷേകത്തോടെ 2 കൊടുത്തു ഹല്ലേലൂയ. നമ്മളിവിടെ ഈ ആലയത്തിലൊക്കെ ഒന്ന് വചനം കേൾക്കുമ്പോൾ ഈശോയെ സ്വന്തമാക്കുക, ഈശോയെ കൊണ്ട് നിറയുക, ഹൃദയം കൊണ്ട് ഈശോയെ കൊണ്ട് നിറയുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവർക്ക് ഹല്ലേലൂയ. നമുക്കറിയാം ഈശോ ലാസറിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് മർത്തയും മറിയൊക്കെ ഉള്ള ആ ഭവനം അറിയാം. ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയും. അപ്പോൾ അവിടെ ഈശോ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വന്നിട്ടിങ്ങനെ അല്ലേ, അപ്പോൾ ഈ മർത്ത ഇങ്ങനെ വീട്ടുജോലിയിൽ ഏർപ്പെട്ട് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവൾ വന്നിട്ട് പെട്ടെന്ന് മറിയത്തോട് പറഞ്ഞു, നീ എന്നെ സഹായിക്കാനായിട്ട് വാ, നീ ഇങ്ങനെ ഈ വചനം കേൾക്കാനിരിക്കാതെ നീ എന്നെ സഹായിക്കാൻ വരാൻ പറയുമ്പോൾ ഉടനെ ഈശോ അത് കേട്ടിട്ട് ഈശോ മർത്തയോട്, മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രതയുള്ളവളാണ്. എന്നാൽ ഒന്ന് മാത്രമേ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നല്ല ഭാഗം ദൈവവചനം ഒരു വ്യക്തി കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അത് കേട്ടോണ്ടിരിക്കുന്നതാണ്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. 2 കാലത്ത് ഹല്ലേലൂയ. മറിയമാകട്ടെ നല്ല ഭാഗത്ത് 2 കാലത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-39 വചനം. അവൾക്ക് മറിയം എന്ന് പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കലിരുന്നു. കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട് എവിടെ ഇരുന്നു? വചനം കേട്ടുകൊണ്ട്. അവൾക്ക് വേറൊന്നും വേണ്ട, വചനം ഈശോയെ മാത്രം മതി. വചനം കേൾക്കുന്ന ഈശോയെ കേട്ടുകൊണ്ടിരിക്കാനാണ്. അതാണ് കൃപ കിട്ടിയവർക്ക് അങ്ങനെ ഇരുന്നു വചനം. ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് കൃപ കിട്ടിയവരാണ്. അപ്പൊ അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈയെടുത്ത് കൊടുത്ത നന്ദി പറയും. ഹല്ലേലൂയ. കൃപ കിട്ടിയവരാണ്, അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വിളി വിളിച്ചു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവൾക്ക് മറിയം എന്നു പേരായൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലും മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്ര ചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കൈയെടുത്ത് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ കൃപ, ദൈവവചനം കിട്ടുക. സാത്താനെ ഓടിച്ചകറ്റാനും പാപത്തിൽ നിന്ന് രക്ഷ നേടാനും ശക്തമായ ആയുധമാണ് ജപമാല. നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും രാജ്യത്തും സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലുക. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും ക്ലേശങ്ങളും ജോലിഭാരവും ഉണ്ടായാലും ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാതിരിക്കട്ടെ. പിയൂസ് 11 മാർപ്പാപ്പ.